ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത കാല. പ്രത്യേകിച്ചും ഈ റോക്കി എന്ന് പറയുന്നവൻ ആളൊരു ഫ്രോഡാണ്. ചിലപ്പോൾ അവൻ വന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും നാദിർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയ താല്പര്യം തോന്നുന്നില്ലെങ്കിൽ പിന്നെന്തിനാ വെറുതെ ഇവളെ അറിയിക്കാൻ നിന്നേ? അറിയിക്കാതിരിക്കാൻ എന്താ, ഇവൾ കൊച്ചുകുട്ടിയെ മറ്റാണോ? കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനും പറ്റണം. ഇക്കാര്യത്തിൽ ഹമീദ്ക്ക് തന്നെ ആദ്യം ഒരു അഭിപ്രായം പറയണം. അതിപ്പോ സ്വന്തം മരുമകളുടെ വിവാഹബന്ധം തകർക്കാൻ ഒരാൾ വഴികൾ അന്വേഷിച്ച് വന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നല്ല ഉദ്ദേശത്തോടെ അല്ലെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. പിന്നെ അയാളുടെ ലക്ഷ്യം എന്തായാലും നമുക്കെന്ത് നേട്ടം എന്നാ ചിന്തിക്കേണ്ടത്. അതെ, നാദിരയുടെ ഉള്ളിൽ ദേവേട്ടനിൽ നിന്നും ബന്ധം ഒഴിയണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കയറി അവരുടെ ബന്ധത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നേക്കാൾ നല്ലത് ജയന്തി ദേവേട്ടന്റെ മകളാണെന്നുള്ള സത്യം റോക്കിക്ക് ഒരു ആയുധമായിട്ട് നൽകിയാലോ? അത് വേണോ? സത്യം പറഞ്ഞ ആ റോക്കിയെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് നമ്മുടെ ജയമോക്ക് അവളുടെ അച്ഛൻ്റെ വീട്ടിൽ മറ്റൊരു എതിരാളി കൂടി ഉണ്ടായിരിക്കുന്നു എന്നാ. അയ്യോ, അതെന്താ അങ്ങനെ? നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇവളെ പേടിപ്പിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? പേടിപ്പിക്കുന്നതൊന്നും അല്ല, കാര്യങ്ങൾ അറിയാതിരുന്നാൽ അപകടം. റോക്കി നാളെ ചിലപ്പോൾ ഇതിലും വലിയ ഓഫറുകളുമായിട്ട് ഗീതയെ നേരിട്ട് സമീപിച്ചെന്ന് വരും. ആ സമയത്ത് വളരെ ബുദ്ധിപൂർവ്വം നീങ്ങിയില്ലെങ്കിൽ അവസാനം അത് ഇവൾക്ക് മോക്കും തന്നെ ദോഷം ചെയ്യും. എന്താ വേണ്ടെന്ന് പറ, അതുപോലെ ഞാൻ ചെയ്തോളാം. അതായത് ജേഡി വളർത്തുന്ന കുട്ടി അയാളുടെ ഏട്ടൻ്റെ മകളല്ലെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പിച്ചതിൻ്റെ സന്തോഷത്തിലെ അവര്. അത് വച്ച് ജേഡിയുടെയും നാദിരയുടെയും ബന്ധം തകർക്കാൻ കഴിയുമെന്നും പ്രതീക്ഷയുണ്ടാവണം. അതിനുവേണ്ടിയാവും ആ കുട്ടി ശരിക്കും ആരാണെന്നറിയാനുള്ള സഹായം കൂടി റോക്കി ആവശ്യപ്പെട്ടത്. അവൻ പറഞ്ഞ രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കുമെങ്കിൽ സഹായിച്ചാൽ എന്താ ഇക്കാ കുഴപ്പം? അവരുടെ ബന്ധം നമ്മളായിട്ട് തകർക്കുന്നൊന്നും അല്ലല്ലോ. നാദിരയ്ക്കും കൂടി അങ്ങനെ ഒരു ആഗ്രഹമുള്ളപ്പം അതിലൊരു പാപവും ഇല്ല. പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. ജയമോളെ ഇപ്പോൾ ഏതോ ഒരു കുട്ടി എന്ന നിലയിൽ അവർ കണ്ടിരിക്കുന്നത്. അങ്ങനെ യാതൊരു ബന്ധവുമില്ലാത്തൊരു കുട്ടിയെ സംരക്ഷിക്കുന്നതിൽ നാദിറ ജേഡിയോട് യോജിക്കില്ലെന്ന് ഓർക്കറിയാം. പക്ഷേ ജയമോൾ ജേഡിയുടെ സ്വന്തം രക്തമാണെന്നറിയുമ്പോൾ പ്രതികരണം ഇതായിരിക്കണമെന്നില്ല. നാദിരയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവൾ ചിലപ്പോൾ കണ്ണുമടച്ച് ആ ബന്ധം അംഗീകരിച്ചതും വരും. അങ്ങനെയായാലും എനിക്ക് സന്തോഷിക്ക. എന്റെ മോൾക്ക് അവളുടെ അച്ഛനെങ്കിലും കിട്ടുമല്ലോ. പക്ഷേ ജെഡിയും നാദിരയും അകലാൻ കാത്തിരിക്കുന്ന റോക്കിക്ക് ആ സന്തോഷം കാണില്ല. അവൻ പിന്നീട് ആദ്യം ചിന്തിക്കുക ജെഡിയുടെയും നാദിരയുടെയും ജീവിതത്തിൽ നിന്നും ജയമോൾ അകറ്റുന്നതിനെ കുറിച്ചായിരിക്കും. അതെ, അതാ ഞാൻ പറഞ്ഞത്. തൽക്കാലം ജയമോൾ ആരാണെന്ന സത്യം റോക്കിയെന്നല്ല വേറെ ആരും അറിയണ്ട. എന്നുവെച്ച് റോക്കിയെ പിണക്കാനും നിൽക്കണ്ട. ജെഡിയുടെ ആദ്യ ഭാര്യ എന്ന നിലയിൽ അവന്റെ പദ്ധതികൾക്ക് എന്ത് സഹായം വേണേലും ചെയ്തുതരാന്ന് വെറുതെ ഇങ്ങ് തട്ടിവിട്ടേക്ക്. പിന്നെ ഗീതയ്ക്ക് ഒരിക്കലും ജയദേവനെതിരായി ഒന്നും ചെയ്യാൻ മനസ്സ് വരില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ചെറിയച്ചനെന്താ വീണ്ടും ഔട്ട് ഹൗസിൽ പോകാൻ തുടങ്ങിയോ? കുറച്ചു നേരം അതിനകത്ത് സ്വസ്ഥമായിട്ടിരിക്കണമെന്ന് തോന്നി. എന്തു പറ്റി പെട്ടെന്ന് സ്വസ്ഥത നഷ്ടപ്പെടാൻ? ആന്റി വന്നോണ്ടാണോ? മതി, തമാശകളൊന്നും വേണ്ട. നാളെ കഴിഞ്ഞ പരീക്ഷയല്ലേ, പോയി പഠിക്ക്. പരീക്ഷ ആയതുകൊണ്ടൊന്നുമല്ല, ആന്റി വന്നതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ പേരിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ചെറിയച്ച? വാ, നീ കണ്ടോ ആന്റി? ആ കണ്ടു. എന്നിട്ട് ഒന്നും മിണ്ടിയില്ല? പിന്നെ മിണ്ടാതെ. പക്ഷേ പതിവിൽ കവിഞ്ഞ സ്നേഹം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി സംഗതി റോങ്ങാന്ന്. എന്ത് റോങ്? ആവശ്യമില്ലാത്ത ധാരണകളൊന്നും ആരെക്കുറിച്ച് മനസ്സിൽ വെക്കണ്ട. അത് ശരിയല്ല. നിന്റെ ഡ്യൂട്ടി ഇപ്പൊ നന്നായി പഠിക്കുക മാത്രമാണ്. അതിനുള്ള സൗകര്യങ്ങൾ നിനക്ക് ഞങ്ങൾ ചെയ്തു തരുന്നുണ്ടല്ലോ. അപ്പൊ വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട. ചെറിയച്ച ഞാൻ അതെ, മറ്റൊരു വീട്ടിൽ വന്ന് ജീവിക്കുമ്പോൾ അവിടെ ഉള്ളവരുടെ മാനസിക നില അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് ആവശ്യക്കാരന്റെ ഔചിത്യമാണ്. അപ്പോ ഞാനിവിടെ വേറൊരു ആവശ്യക്കാരി മാത്രമാണല്ലേ?
ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. പഠിച്ചു വളരുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരു മനുഷ്യായുസിന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നാണ്. അതിനുവേണ്ടി കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിക്കേണ്ടി വരുന്നത് വെറും ജീവിത പാഠങ്ങളായി ഉൾക്കൊള്ളാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ശ്രമിച്ചോളാം. ചില നേരത്ത് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാതെ പോകുന്നു. എന്റെ പരിമിതികളും സ്ഥാനങ്ങളും ഒക്കെ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അത് പലരും വേദനിപ്പിക്കുന്നുണ്ടെന്നും അറിയാം. ഞാൻ എന്താ ചെറിയ ഇങ്ങനെ ഒട്ടും ഔചിത്യബോധം ഇല്ലാത്ത കുട്ടിയായി പോയത്? സ്വയം വിലയിരുത്തലുകൾ നടത്തേണ്ടത് ഇങ്ങനെ സ്വന്തം കുറവുകൾ മാത്രം മുന്നിൽ നിർത്തി വെച്ചല്ല, നന്മകളും തിന്മകളും എടുത്തു വെച്ച് താരതമ്യം ചെയ്യണം. എന്നിട്ട് തെറ്റുകളെ ശരി കൊണ്ടും തിന്മകളെ നന്മകൾ കൊണ്ടും അറിവുകേടിനെ വിദ്യ കൊണ്ടും മൂടാമെന്നൊരു ശപഥമെടുക്കണം. എന്റെ മോൾക്കതിന് കഴിയും. ചെറിച്ചിന് നല്ല വിശ്വാസമുണ്ട്. വാ. ജേഡി എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ ഇത്ര നേരമായിട്ട് അന്വേഷിക്കുന്നു ചായ കുടിക്കാൻ വേണ്ടി. പുറത്തെങ്ങാനും പോയിരുന്നോ? ഞാൻ വെറുതെ ഔട്ട് ഹൗസ് വരെ. മോളും അങ്ങോട്ട് പോയതായിരിക്കും അല്ലേ? അല്ല ആന്റി, ഞാൻ വെറുതെ ഒന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങിയപ്പോ ചെറിയച്ഛനെ കണ്ടതാ. ഓ, രണ്ടാൾക്കും എന്റെ മുമ്പേ വിശേഷങ്ങൾ ഒന്നും അറിയണ്ടല്ലേ? ജേഡിക്ക് പിന്നെ ഞാനൊരു പോപ്പുലർ സിംഗർ ആവുന്നതിൽ യാതൊരു താല്പര്യമില്ലെന്ന് എനിക്കറിയാം. നിനക്ക് അസൂയാണോ എന്നോട്? ഏയ്, എനിക്ക് ആന്റി ഒരു വലിയ ഗായികയായി കാണണമെന്നാ ആഗ്രഹം. ആ, കണ്ടോ? എങ്കിലേ മുമ്പേ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. നമുക്ക് ചായ കഴിച്ചോണ്ട് പറയാം. എന്നാലല്ലേ അതിനൊരു ത്രില്ലുള്ളൂ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നാ പോരെ ആന്റി? ഒന്ന് കുളിച്ചിട്ട് വേഗം വരാം. ആ, ഓക്കെ ആന്റി. എന്നാലേ ചായ ചൂടാറാതിരിക്കാൻ വേണ്ടി ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കാം. മോള് പോയി പെട്ടെന്ന് കുളിച്ചിട്ട് ശരി. ചെല്ല. സംശയം അമ്പരപ്പം ഒന്നും വേണ്ട. ഭ്രാന്ത് മൂർച്ഛിച്ചതുമല്ല. ഞാൻ കാരണം ജിഷ പരീക്ഷയിൽ തോൽക്കരുത്. എന്താ അതിനിങ്ങനൊക്കെ ആക്ട് ചെയ്ത പോരെ? വരൂന്നേ, ചായ തണുക്കുന്നു. വാ. അവളും കൂടി വരട്ടെ, ഒരുമിച്ച് കഴിക്കാം. നിന്റെ മുംബൈ വിശേഷങ്ങളും കേൾക്കാലോ. ജേഡി ഇപ്പൊ പേടിക്കുന്നത് ഞാൻ അവളെ സ്നേഹിച്ചു കൊല്ലുമെന്നല്ലേ? അതെ, ഉള്ളില് മറ്റെന്തോ വെച്ചുള്ള നിന്റെ ഈ ചിരി, നിന്റെ ഈ സ്നേഹം അതെന്നെ അസ്വസ്ഥനാക്കുന്നു. ജിഷയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റെല്ലാ കാര്യത്തിലും. ചില സമയത്ത് എനിക്ക് ജേഡിയുടെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം വരും. കടുത്ത് സംസാരിച്ചതിലും അനുസരണക്കേട് കാട്ടിയതിലും ഒക്കെ ഞാൻ എന്നെ തന്നെ അങ്ങ് കുറ്റപ്പെടുത്തും. എന്നോട് പറഞ്ഞില്ലേ, മനസ്സിൽ മറ്റെന്തോ വെച്ചുകൊണ്ടുള്ള എൻ്റെ ഭാവം കാണുമ്പോൾ പേടി തോന്നുന്നു എന്ന്. അതിനുശേഷം എനിക്ക് ജേഡിയോട് സഹതാപ തോന്നുന്നേ. ആർക്ക് ജേഡി എളുപ്പം പറ്റിക്കാൻ പറ്റും? എന്നെക്കുറിച്ച് ഞാൻ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന വളരെ കൃത്യമായൊരു വിലയിരുത്തലാണത്. പുറത്തുനിന്ന് മറ്റാരെക്കാളും അത് പറയാനാവുക നിനക്ക് തന്നെയായിരിക്കും. അതിൻ്റെ അർത്ഥം മറ്റാരെക്കാളിലും കൂടുതൽ ഞാൻ ജേഡിയെ മനസ്സിലാക്കിയെന്നാണോ അതോ പറ്റിച്ചെന്നാണോ? ഒരാളെ ഏറ്റവും നന്നായി പറ്റിക്കാനാവുക അയാളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആൾക്കായിരിക്കും. ആ സ്ഥിതിക്ക് രണ്ടിൻ്റെയും ക്രെഡിറ്റ് നിനക്ക് തന്നെ ഇരിക്കട്ടെ. ജേഡി ഇങ്ങനെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അതെന്നെ കുറ്റപ്പെടുത്തിയിട്ടുള്ള സംസാരമായാൽ പോലും. ഇപ്പോ നമ്മൾ അങ്ങനെ ഒരു മൂഡിലായതുകൊണ്ട് ഒരു കാര്യം ഞാൻ തുറന്നു ചോദിക്കട്ടെ. ജേഡി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരിൽ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് വഞ്ചിച്ചാൽ എന്തായിരിക്കും ജേഡിയുടെ പ്രതികരണം? അറിഞ്ഞുകൊണ്ടെന്ന് പറയുമ്പോൾ വിശ്വാസവഞ്ചന.
അതുമാത്രം ഒരു കാലത്തും ആരോടും പൊറുക്കാനാവില്ല. എന്റെ ചോദ്യം, ബൈ ചാൻസ് അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ പണ്ട് ഗീതയെ അവഗണിക്കാൻ കാട്ടിയ മനക്കരുത്ത് ഇനിയും കാണിക്കുമോ അതോ സ്വയം തളർന്നു പോകുമോ എന്ന്. ജീവിതത്തിൽ ഒരാൾക്ക് ഒരിക്കൽ മാത്രം സഹിക്കേണ്ടി വരുന്ന ചില ദുരന്തങ്ങളുണ്ട്. അതിലൊന്ന് പ്രിയപ്പെട്ടവരുടെ മരണം തന്നെ. അതൊരിക്കൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഗീതയും ഒരിക്കൽ മരിച്ചു കഴിഞ്ഞു. ഞാൻ അസഹിച്ചും കഴിഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് അത്രയ്ക്ക് അടുപ്പമുള്ള മറ്റാരുടെയെങ്കിലും കാര്യമാണ്. ഇവൻ ഞാനോ വിശ്വേട്ടനോ അതല്ലെങ്കിൽ ജിഷയോ അങ്ങനെ ആരെങ്കിലും ചതിച്ചാൽ. അങ്ങനൊരു വിധി ഉണ്ടെങ്കിൽ അതും സഹിക്കും. പിന്നീട് അതുപോലെ ചതി പറ്റാതിരിക്കാൻ മനസ്സ് വിട്ട് ആരെയും സ്നേഹിക്കില്ല എന്ന പ്രതിജ്ഞയോടെ. നിങ്ങൾ ഇത് എന്നാ മണ്ടത്തരം ചെയ്തു കൂട്ടുന്നേ? ഗീതയെ കാണാൻ പോയിട്ടും തഹസിൽദാരൻ കണ്ടിട്ട് വന്നേക്കുന്നു. അയാൾ ആരാ? ഗീതയുടെ കാരണവരോ? കാര്യം ഞാൻ നിന്റെ വാക്ക് കേട്ടിട്ട് ഇതൊക്കെ ചെയ്യുന്നെങ്കിലും എന്നെ കയറി ഭരിക്കാൻ വന്നിട്ടല്ലോ. കാര്യം പറയുമ്പോ ദേഷ്യം പിടിക്കുന്ന എന്നത്തിനാ? തഹസിൽദാരെ കണ്ട നേരത്തിന് ഗീതയെ നേരിട്ട് കണ്ടിരുന്നെങ്കിലേ ഇന്ന് തന്നെ അവളുടെ തീരുമാനം അറിയായിരുന്നില്ലേ? ഇനിയിപ്പൊ കിട്ടാൻ പോന്ന തീരുമാനേ ഭർത്താവിനെ തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന ഗീതയുടേതായിരിക്കില്ല. അളന്നു മുറിച്ചും കണക്ക് കൂട്ടിയുമുള്ള തഹസിൽദാരുടെ തീരുമാനമായിരിക്കും. എന്നാ മണ്ണാങ്കട്ട വേണമെങ്കിലും ആയിക്കോട്ടെ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. അതിനൊക്കെ മേക്കിട്ട് പാഞ്ഞു കയറി എന്നെ വട്ടുപിടിപ്പിച്ചാലുണ്ടല്ലോ, സകലതും മറന്നിട്ട് ഞാൻ വീണ്ടും പഴയ റോക്കിയാവും. പറഞ്ഞില്ലാന്ന് വേണ്ട. എങ്ങോട്ടാ? എനിക്ക് സൗകര്യമുള്ളിടത്തേക്ക്. നീ കൈവിട്. ഇല്ല, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതല്ലേ ഇച്ചായ. ഓരോ കാര്യങ്ങള് അതാത് സമയത്ത് നടന്നാലല്ലേ നമ്മുടെ പദ്ധതികൾ വിജയിക്കൂ. സോറി, ഇച്ചായന് വിഷമമായെങ്കിൽ ഒരു തവണത്തേക്ക് കൂടി ക്ഷമിക്ക്. ഇനി ഇങ്ങനൊന്നും ഞാൻ പറയത്തില്ല. നിനക്ക് ഇവിടെ ഇരുന്ന് ഓരോന്ന് കൽപ്പിച്ചാൽ മതി. അത് നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് അറിയത്തുള്ളൂ. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ചെന്ന് യാതൊരു പരിചയമില്ലാത്ത ഒരാള് ഈ വക വിഷയങ്ങളൊക്കെ പറയുമ്പോ അവള് വേറെ വല്ലതും കരുതി നാട്ടുകാരെ വിളിച്ചു കൂട്ടിയ ഞാൻ എന്നാ ചെയ്യും? ഞാൻ അത്രക്കൊന്നും ചിന്തിച്ചില്ല. ഇച്ചായം പറഞ്ഞത് ശരിയാ. അങ്ങനെയൊന്നും പോയി ചോദിച്ചാ ഒരു പെണ്ണും വ്യക്തമായ മറുപടി തരത്തില്ല. തഹസീൽദാരുടെ മറുപടിയും നമ്മൾ പ്രതീക്ഷിക്കണ്ട. പകരം ഞാൻ തന്നെ പോയി ഗീതയെ കണ്ടോളാം. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക, അതായിനി നാദിരയുടെ തീരുമാനം. ഇഷ്ടക്കേടുകൾ പ്രകടിപ്പിച്ചാലല്ലേ ഉള്ളൂ കുറ്റം. മനസ്സിൽ വെച്ച് അവസരത്തിനൊത്ത് പ്രയോഗിച്ചാൽ മതിയല്ലോ. ഞാൻ കരുതി ഇതുവരെ ചെയ്തതുപോലെ നീ പിന്നെയും ആ പെണ്ണിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. ഇല്ല മമ്മേ, എനിക്കെന്റെ ജീവിതം വേണം. അതിന് തടസ്സമാകുന്ന ഒന്നിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ നാദിര ഒരുക്കമല്ല. എക്സാം കഴിയുന്ന ദിവസം അവൾ ഈ വീടിന്റെ പടിയിറങ്ങും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ജേഡിമൊത്തുള്ള ജീവിതത്തിന്റെ പടി ഞാൻ ഇറങ്ങും. അതിനു മുൻപ് അവൾ ആരുടെ മകളാണെന്നും വിശ്വേട്ടൻ എന്തിനാ ഈ ചതി ചെയ്തതെന്നും കൂടി എനിക്കറിയണം. ആ കാര്യത്തിന് നീ വിഷമിക്കണ്ട മോളെ. റോക്കിയെങ്കിൽ നിനക്ക് എന്നാ സഹായം വേണമെങ്കിലും ചെയ്തു തരും. എൽദോനെ വിട്ടിട്ട് നാളെ തന്നെ അമ്മാമ അവനെ ഇങ്ങും വിളിപ്പിച്ചോളാം. അതൊന്നും വേണ്ട. സത്യങ്ങൾ ആരുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന നാദിരയ്ക്ക് നന്നായിട്ടറിയാം. അവരെയൊക്കെ ഞാൻ തന്നെ ചെന്ന് കാണും. ആരെയാ നീ ഉദ്ദേശിക്കുന്നേ? അതൊന്നും അമ്മാമ്മ ഇപ്പൊ അറിയണ്ട. അകറ്റി നിർത്തേണ്ടവരെ അരികിൽ വിളിച്ചിരുത്തി അർഹതയിൽ കവിഞ്ഞ സ്നേഹവും പരിഗണനയും ഒക്കെ നൽകിയത് ഞാൻ തന്നെയാ. ഒന്നും പ്രതീക്ഷിച്ചല്ല. ജേഡിക്ക് വേണ്ടി, ജേഡിയുടെ സന്തോഷത്തിനു വേണ്ടി. അവസാനം അവരൊന്നായി, നീ പുറത്തു അല്ലയോ? ഇല്ല മാമേ, ഇല്ല. അത്ര പെട്ടെന്നൊന്നും നാദിര പുറത്തു പോകാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് കിട്ടേണ്ടത് ഞാൻ തിരിച്ചു പിടിക്കും. എന്റെ സ്ഥാനത്ത് തന്നെ ഞാൻ ഉറച്ചു നിൽക്കും.
മതി. അമ്മാമ്മയ്ക്ക് ഇത് കേട്ടാ മതി. നീ തൻ്റെ ഇടത്തോടെ നിന്ന അതേ ഉശിരോടെ കൂടെ ഈ അമ്മാമ്മ ഉണ്ടാവും. പക്ഷേ എൻ്റെ മോള് തളർന്നു എന്ന് തോന്നിയാ? തളരില്ല. ദൈവം എന്നെ തളർത്തില്ല അമ്മമ്മേ. കാരണം ഞാൻ സ്നേഹിച്ചവരാ എന്നെ ചതിച്ചത്. അവരോട് ജയിക്കാനുള്ള ശക്തി ദൈവം എനിക്ക് തരും. അമ്മമ്മ നോക്കിക്കോ, ഇതുവരെ കാണാത്ത മറ്റൊരു മുഖവുമായി അവർക്ക് മുന്നിൽ ചെന്ന് നാദറ എല്ലാ സത്യങ്ങളും അറിഞ്ഞു തിരിച്ചു വരും.